വെറും 5 സെന്റിൽ 3500 സ്ക്വയർ ഫീറ്റ് ഒരു വീട്, 3 നിലകളിലായിട്ട് 5 ബെഡ്റൂമുകളോട് പണിതിട്ടുള്ള ഒരു വീട്. സെന്റ് പ്ലോട്ടിൽ മെഷർമെന്റ്സ് നോക്കിയാൽ വളരെ കുറവാണ്. ആ കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇത്തരം ഡ്രോയിങ് സ്പേസ്, ഡൈനിങ്, ഇതിനൊക്കെ വിശാലത ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കൺജഷൻ ഫീൽ വരാത്ത രീതിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനീഷ്യൽ പ്ലാനിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ലൈറ്റിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത്തരം വീടുകൾ ചെയ്യുമ്പോൾ ലൈറ്റിങ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം. ലൈറ്റിൽ കാണിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, കാണിക്കേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പം സ്റ്റെയർ നമ്മൾ ആരും കയറി വരുമ്പോൾ ഒന്ന് നോക്കുന്ന ഒരു പാർട്ടാണ്, ഒരു പോർഷനാണ്. അപ്പൊ ഇത് എന്ത് മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത്? നമുക്ക് അത് ആക്ച്വലി മുഴുവൻ ജീപ്പിലാണ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ വിചാരിക്കും ഈ ലിവിംഗ് സ്പേസിന്റെ ഇവിടെ ഒരു വലിയൊരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ അല്ല, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാം. ഇപ്പോഴും പലരുടെയും ധാരണയാണ് ഒരുപാട് 30 സെന്റ് 50 സെന്റിലേക്ക് മാത്രമാണ് പോസിബിലിറ്റി ഉള്ളൂ. അങ്ങനെയല്ല, 5 സെന്റിലും ഒക്കെ പലതും ചെയ്യാൻ പറ്റും. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. സച്ചിൻ, പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ എറണാകുളം തൃക്കാക്കരയാണ്. കുറഞ്ഞ സെന്റിൽ, കുറഞ്ഞ സ്ഥലത്ത് സൗകര്യപൂർവ്വം വീടുകളൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞ ചലഞ്ചസാണ് നമ്മൾ പല എപ്പിസോഡുകളും പറഞ്ഞിട്ടുണ്ടത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിമനോഹരമായിട്ട് ഒരു പ്രൊജക്റ്റ്, അതായത് വെറും 5 സെന്റിൽ 3500 സ്ക്വയർ ഫീറ്റ് ഒരു വീട്, 3 നിലകളിലായിട്ട് 5 ബെഡ്റൂമുകളോട് പണിതിട്ടുള്ള ഒരു വീട്. ആ വീട് കാണാനാണ് വന്നിരിക്കുന്നത്. ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ വീട്ടിൽ കാണാൻ കേട്ടോ. വെറൈറ്റിയാണ്, സംഭവം പൊളിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് ലിൻസൺ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ VR ഡെവലപ്പേഴ്സ് എൻ്റെ മാനേജിംഗ് ഡയറക്ടർ, പ്രിൻസിപ്പൽ ഡിസൈനർ. യെസ്. സ്വാഗതം പുതിയ എപ്പിസോഡിലേക്ക്. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് കാണിക്കാനാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. ചെറിയൊരു പ്ലോട്ടാണ്. അതെ, 5 സെന്റാണ്. 5 സെന്റിൽ നിങ്ങൾ ചലഞ്ചസ് ആണ് അല്ലേ? തീർച്ചയായിട്ടും പോകാന്നുള്ളതാണ് മാർഗം. അതിനെ വളരെ നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീടാണ്. നമ്മൾ കയറി കണ്ടു കേട്ടോ. 5 ബെഡ്റൂമുകളാണുള്ളത് അല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെറിയ പ്ലോട്ട് കിട്ടിയപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു? ഇത്ര ക്ലയന്റിന്റെ ഒരു ഡിമാൻഡ് എങ്ങനെയൊക്കെ ആയിരുന്നു? തൃക്കാക്കര പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും പ്രീമിയം സ്ഥലമാണല്ലോ. അതെ, കോസ്റ്റ് ഓഫ് കോഴ്സ് ലാൻഡിൻ്റെ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ എല്ലാ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്തുകൊണ്ട് പ്ലോട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു കണക്ഷനുള്ള ബന്ധമുള്ളൊരു സ്ഥലമാണിത്. 5 സെന്റ് ഉള്ളൂ എന്നുള്ളതാണ് പോരായ്മ. പലപ്പോഴും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് സൈഡ് നോക്കുന്നു. അതെ, അപ്പോൾ ഇവിടെ എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ക്ലയൻറ്റ് നമ്മളോട് ആദ്യമേ ചോദിച്ചത്. സോ അപ്പോൾ നമ്മൾ നോർമലി ഡബിൾ സ്റ്റോറി ആയിട്ട് ചെയ്യുന്ന ഇവിടെ നമ്മൾ 3 നിലകളിലായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാലാണ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇവർക്ക് എല്ലാം കുറേ ഏരിയകൾ വേണം. 5 ബെഡ്റൂം വേണം നിർബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം കോമൺ ഏരിയ കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഓണറാണെങ്കിലും അവരാണെങ്കിലും വളരെ ഈച്ച് ആൻഡ് എവരി കോർണറിൽ വളരെ കോൺഷ്യസ് ആണ്, ക്രിയേറ്റീവാണ്, വേണം ഓപ്പൺ സ്പേസ് വേണം. അങ്ങനെ വളരെയധികം റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ ബാൽക്കണി, എല്ലാ നിലയിലും ബാൽക്കണികൾ ഒന്നിനും കോംപ്രമൈസ്, ഒന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അപ്പം പുറത്തുനിന്നുള്ള ഇപ്പം ഈ ലാൻഡ്സ്കേപ്പ് ഏരിയ തന്നെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പോർച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കാർ കയറി കഴിഞ്ഞാൽ ഗേറ്റ് എന്ന് പറയാൻ നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റ് ആണ്. അപ്പോൾ അതിനെ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കർവ് ചെയ്ത് വളഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മൾ ആ കർവ് അവിടെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു റോഡിന്റെ വീതി വളരെ കുറവാണ്. അപ്പോൾ കർവ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇറങ്ങി പോകാനുള്ള 1-2 വണ്ടികൾക്കൊക്കെ ഇറങ്ങി പോകാനുള്ള സ്പേസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറിയ ലാൻഡ്സ്കേപ്പ് വരുന്നത്. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് നമുക്ക് അല്ലേ? ചെറിയ ഏരിയയിൽ പാറ്റിയോയും അവിടെ കോർണർ ലാൻഡ്സ്കേപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും പ്ലാൻസുകൾ പലതും പ്ലാൻ ചെയ്ത് വരുന്നു. അതെ അല്ലേ? അത്യാവശ്യം പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് പാറ്റിയോ ഏരിയ വരുന്നത് അല്ലേ? അത് ഉള്ളിൽ കൂടെയാണ് ആക്സസ് ഉള്ളത്. അതെ, ഉള്ളിൽ നിന്നാണ് നേരെ ഡ്രോയിങ് റൂമിൽ നിന്ന് നേരെ ആക്സസ് ഉണ്ട്. ഇപ്പം ഇതാണ് വീട്. ഒരു എന്താ പറയുക, ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണ്. മോഡേൺ കണ്ടംപററി സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടാണ്. അപ്പോൾ കുറേ ക്യൂബുകൾ ഇങ്ങനെ പല അടുക്കുകളാക്കി വെച്ചതുപോലെ ഒരു വീടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കണ്ടംപററി പോലും എല്ലാ സൺഷെയ്ഡുകളെല്ലാം എൻ്റെ സ്ഥലത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് ഒരുപാട് കണ്ടംപററി സ്റ്റൈൽ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഒരു സൺഷെയ്ഡുകളെല്ലാം കൊടുക്കാതെയാണ് കൂടുതൽ വീടുകളും കണ്ടുവരുന്നത്. അപ്പോൾ അത് ഇത്രയും മഴയുള്ള സാഹചര്യത്തിൽ അത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതൊരു ആപ്റ്റല്ല. നമ്മൾ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറി ഇൻഫോർമലായിട്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിച്ചിരുത്താൻ പറ്റിയ ഒരു ചെറിയ സ്പേസ്. അതെ, ഒരു വിൻഡോ ഒക്കെ ആണെങ്കിലും വലിയ വിൻഡോസ് ആണ്, കൂടുതൽ സ്ലൈഡിങ്. ഇവിടുത്തെ എല്ലാ വിൻഡോസും അത്യാവശ്യം വലുപ്പത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ സ്ലൈഡിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ എയർ സർക്കുലേഷനും വെളിച്ചമൊക്കെ വീടിൻ്റെ ഉള്ളിൽ കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, ഒരു ക്രോസ് വെന്റിലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് കളർ ടോണിലാണ് ഈ വീട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് ആക്ച്വലി ഒരു പ്രീമിയം ടച്ച് കൊണ്ടുവരാനായിട്ട് ഒരു ഗ്രേ കളർ, അതിൻ്റെ കുറച്ച് ടെക്സ്ചർ,
എലമെന്റ്സുകൾ നമ്മൾ പലത് ആഡ് ചെയ്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് കൂടിയ കളറുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഡിസ്കഷനൊക്കെ നടന്ന് അങ്ങനെയാണ് കളർ കോമ്പിനേഷനിലേക്ക് കൂടുതൽ എത്തിയത്. ഒരു വീടിന് നമ്മൾ വലിപ്പത്തിൽ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനൊരു പ്രീമിയം ഫീല് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും ഈ കളർ കോൺട്രാസ്റ്റും അതിൻ്റെ ടെക്സ്ചർ പാറ്റേൺസും അതിലുള്ള ഇത്തരത്തിലുള്ള എലമെൻസുകൾ, ഇപ്പോൾ PVC സ്ലൈഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബ്ലാക്കിലേക്ക് വരുമ്പോൾ വൈറ്റിനെ അപേക്ഷിച്ച് കോസ്റ്റ് കൂടുതലാണ്. വുഡനൊക്കെ ചെയ്യുന്ന പോലത്തെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ അത് ആ ബ്ലാക്കിലേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പ്രീമിയം ഫിനിഷ് കിട്ടുക, ആ ഫീൽ കിട്ടുള്ളൂ. വീടിനുള്ളിൽ കയറല്ലേ? എന്നാൽ പിന്നെ അങ്ങോട്ട് കയറാം. നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്കാണ് കയറുന്നത്. നേരെ എൻട്രി ചെയ്ത് വന്നു. ഇവിടെ നമുക്ക് ഒരു ലിവിങ് സ്പേസ്, അത്യാവശ്യം ഗസ്റ്റുകളൊക്കെ വന്നാലും ഫാമിലിക്ക് ഇരിക്കാനുള്ള TV സ്പേസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? TV കാണാനും. പിന്നെ ഇത് മൊത്തത്തിലൊരു ഓപ്പൺ സ്പേസ് ആണെന്ന് പറയാം. എക്സാക്ട്ലി. നമ്മളങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം തന്നെ പലപ്പോഴും ഒരു 5 സെൻറ്റ് പ്ലോട്ടിലൊക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ ഓപ്പൺ സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര കൺജഷൻ ഫീൽ ചെയ്യും. അതെ. സോ നമ്മൾ ഇവിടുന്ന് നേരെ പാറ്റിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഡൈനിങ്, അതുപോലെ ഓപ്പൺ കിച്ചൺ, അതോട് ചേർന്ന് സ്റ്റെയർ ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് തോന്നും. ഈ ഫാമിലി ടൈം ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ഓപ്പൺ സ്പേസ് ഇവിടെ നല്ല എല്ലാ റിക്വയർമെന്റുകളും മീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. എല്ലാം ചെറിയ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം ലൈറ്റ് കൊടുത്തിട്ട് ലൈറ്റിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത്തരം വീടുകൾ ചെയ്യുമ്പോൾ ലൈറ്റിംഗ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം. ലൈറ്റിൽ കാണിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, കാണിക്കേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പൊ അതെല്ലാം ലൈറ്റ്സ് ഒരു ആർട്ടിസ്റ്റിന്റെ ഈ വീട് ഇതുവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല അല്ലേ? ഹൗസ് വാമിങ് വരുന്നേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് ന്യൂക്ക് ആൻഡ് കോർണർ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുള്ളൂ. നമ്മൾ ഒരു പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആദ്യം കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണെങ്കിലും പിന്നീട് ഇന്റീരിയർ സ്റ്റേജിലാണെങ്കിലും ലാൻഡ്സ്കേപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് ചെക്ക് ലിസ്റ്റുകളുണ്ട്. നമ്മുടെ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ് ഇവരെല്ലാവരും തന്നെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഈ ചെക്ക് ലിസ്റ്റിലൂടെ പോകുമ്പോൾ മാത്രമാണ് ഈച്ച് ആൻഡ് എവരി കോർണർ നമുക്ക് അതുപോലെ ഫൈനൽ ചെയ്യാൻ പറ്റില്ല. എത്ര നാളുകൊണ്ട് ഈ ഒരു വർക്ക് ഇത്ര ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 ഇയറിന് അടുത്തായിട്ടുണ്ട്. അത് 3 സ്റ്റോറിയിലായിട്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ഭയങ്കര ഹറിബറി എടുത്തല്ല ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഷോർട്ട് ആക്കാം, പക്ഷെ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ്. ക്ലയന്റിനും ഓക്കെയാണ്, നമുക്ക് ഓക്കെയാണ്. സമയം വേണം. ഈ ട്രഡീഷണൽ രീതിയിലല്ലേ പണിയുന്നത്. അതായത് നമ്മളിപ്പോൾ കട്ട വെച്ച് കെട്ടി തേച്ച് നനച്ച് ആ ക്യൂറിംഗ് പീരീഡ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര നമ്മളിപ്പോൾ ഇതേ സ്ക്വയർ ഫീറ്റിൽ 1 ഇയറിലൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷെ അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് എപ്പോഴും നല്ലത്. ഇവിടെയുള്ള പല ടെക്സ്റ്റൈൽസിലും നമ്മൾ കളറുകൾക്ക് ചെറിയ ചെറിയ പല ടൈമായിട്ട് മാറ്റം വരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീൽഡിലേക്ക് എത്താനായിട്ട്. അപ്പൊ അതിനൊക്കെ ഒരു സമയമുള്ളപ്പോൾ അതൊക്കെ ചെയ്യുള്ളൂ. അതെ. ഈ ഒരു പാറ്റേൺ വീടിന്റെ പല ഭാഗങ്ങളിലൂടെ കാണാൻ പറ്റുന്നുണ്ട്, തീമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് മെറ്റീരിയൽ വരുന്നത്? അത് ലാമിനേഷൻ ആണ്. ലാമിനേഷൻ ചെയ്തിരിക്കുന്നത് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിന്റെയൊക്കെ ബാക്കിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇങ്ങനെ എലവേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പൊ നമുക്ക് മെല്ലെ ഇങ്ങനെ ഇങ്ങോട്ട് വരാം അല്ലേ? ഒരു സ്റ്റെയർ ഇവിടുന്ന് പോകുന്നുണ്ട്. ഈ സ്റ്റെയറിന്റെ തീം ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ത്രൂ ഔട്ട് 3 നില വരെ, 2nd ഫ്ലോർ വരെ അങ്ങനെ പോകുന്നത്. അപ്പം സ്റ്റെയർ നമ്മൾ ആരും കയറി വരുമ്പോൾ ഒന്ന് നോക്കുന്ന ഒരു പാർട്ടാണ്, ഒരു പോർഷനാണ്. അപ്പൊ ഇത് എന്ത് മെറ്റീരിയൽ ഇത് ചെയ്തിരിക്കുന്നത്? നമുക്ക് അത് ആക്ച്വലി മുഴുവൻ ജീപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അതിന് പെയിന്റ് കൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അങ്ങ് 2nd ഫ്ലോർ വരെ മറ്റൊരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അതെ. നന്നായിട്ടുണ്ട്. അപ്പം ഈവൻ വുഡൻ സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നാച്ചുറൽ വുഡാണ്. ഇവിടെ ഒരു ചെറിയ കോട്ടയാട് പോലെ. അതെ. എല്ലാം ഈച്ച് ആൻഡ് എവരി കോർണർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ചെറിയ കോയിപ്പോണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതാണ്. അത് മറ്റു യൂസേജ് ഒന്നും അധികം ഇല്ല. സോ ഫസ്റ്റ് ലാൻഡിങ്ങിൽ നമ്മൾ ഹൈറ്റ് കുറച്ചാണ് പ്രൊവൈഡ്. കാരണം ഈ ഒരു 3 നിലകളിലേക്ക് പോകുന്നുണ്ട്. ഫസ്റ്റ് ലാൻഡിങ് ഹൈറ്റ് കൂട്ടിയിട്ട് അവിടെ അടിയിൽ വാഷ് ഏരിയയൊക്കെ വരാറുണ്ട് പ്ലാൻ വരയ്ക്കുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തില്ല. കാരണം നേരത്തെ പ്ലാനുണ്ട്, നമുക്ക് ഈ ഏരിയക്ക് എങ്ങനെയായിരിക്കണം, എങ്ങനെയാകും, അതുകൊണ്ട് ഫസ്റ്റ് ലാൻഡിങ്ങിലേക്കുള്ള റൈസ് ഒക്കെ എങ്ങനെയൊക്കെ മതി, അതൊക്കെ നേരത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ പോണ്ടിൻ്റെ ഉൾപ്പെടെ ഈ കോട്ടയാടിൻ്റെ അടിവശം ഉൾപ്പെടെ ഇങ്ങനെ ഉൾപ്പെടെ നമുക്ക് ഡിസൈനിലുണ്ട്. ഈ 5 സെൻറ്റ് പ്ലോട്ടിൽ മെഷർമെൻറ്റ്സ് നോക്കിയാൽ വളരെ കുറവാണ്. ആ കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇത്തരം ഡ്രോയിങ് സ്പേസ്, ഡൈനിങ് ഇതിനൊക്കെ വിശാലത ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കൺജഷൻ ഫീൽ വരാത്ത രീതിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ പ്ലാനിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതും ഏറ്റവും വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇൻഡോർ പ്ലാന്റ്സിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ സ്റ്റെയറിലാണെങ്കിലും കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് പലയിടത്തായിട്ട് തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്രീൻ ടച്ച് വരുമ്പോൾ, ഒരു ഗ്രീൻ എലമെന്റ് വരുമ്പോൾ അല്ലേ, ഒരു ട്രോപ്പിക്കൽ ഫീൽ കൂടെ തോന്നും. അതെ. നൈസ്. ഫർണിച്ചർ എല്ലാം കസ്റ്റം ചെയ്തിട്ടാണ്? എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. നമ്മൾ ഇനീഷ്യലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ട്
നമ്മളിതിന് ഡിസൈൻ ചെയ്യും. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യും. അതൊരു നമ്മളതിന് പറയുന്നത് ഡിസൈൻ പ്രോമിസിങ് എന്ന് പറയുക. ഒരു ഡിസൈൻ പ്രോമിസിങ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ കൊട്ടേഷനിലേക്ക് വരും. അപ്പോൾ അതിനുശേഷം ആ പ്രൈസിങ് പ്രോമിസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഇനീഷ്യലി നമ്മൾ എന്താണോ പ്രോമിസ് ചെയ്യുന്നത്, ഡിസൈനിൽ എന്താണോ പ്രോമിസ് ചെയ്യുന്നത്, പ്രൈസിൽ എന്താണോ പ്രോമിസ് ചെയ്യുന്നത്, അത് നമ്മുടെ പ്രൊജക്റ്റ് തീരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഡിസൈനിൽ, ആ പ്രൈസിൽ, ആ സമയത്തിൽ തീർക്കുക ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. സോ ഇതെല്ലാം നമ്മുടെ യൂണിറ്റിൽ ചെയ്യുന്നതാണ്. സോ ചിലതെല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതൽ നമ്മുടെ യൂണിറ്റിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാരണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അവസാനം കീ ചോദിച്ചാൽ മതി അല്ലേ? 10K ആയിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. നമ്മുടെ പല പ്രൊജക്റ്റുകളിലും ക്ലയൻസ് ഒക്കെ ലാസ്റ്റ് 10K വേണ്ടി മാത്രം വരുന്നവരുണ്ട്. ഇത് എക്സ്പോസ്ഡ് ബ്രിക്ക് ആണ്? ബ്രിക്ക് അല്ല, ആക്ച്വൽ ടെക്സ്ചർ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പലയിടത്തായിട്ട് വന്നിട്ടുണ്ട്. ഹാൻഡ് വാഷ് ഏരിയ, ഒരു പൗഡർ റൂം ഈ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്പേസ് മാനേജ്മെന്റ് പ്രത്യേകം നമ്മൾ അപ്പുറം ബെഡ്റൂമും ഇപ്പുറം കോമൺ ബാത്റൂമും എല്ലാം കൊടുത്ത്, വാഷേരിയുടേതായ പ്രൈവസി കൊടുത്ത്, വേണ്ട ഡൈനിങ്ങിൽ നിന്ന് വേണ്ട ഡിസ്റ്റൻസ് കൊടുത്ത്, ഇതെല്ലാം ഇനീഷ്യൽ പ്ലാനിങ്ങിൽ വരുന്ന കാര്യം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വാക്കിംഗ് കിച്ചൺ അപ്പുറം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പുറം കൊടുത്തിട്ടുണ്ട്. കൊള്ളാലോ, നല്ല സ്പേസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ വെന്റിലേഷൻസ്, വിൻഡോസ്, വലിയ വിൻഡോസ്. ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഇവിടെ പകല് നല്ല ലൈറ്റുള്ള സമയത്ത് വേറെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇല്ല. ആ ക്രോസ് വെന്റിലേഷൻ ലൈറ്റ് മാത്രമല്ല, ഇപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് വിൻഡോ ഓപ്പൺ ചെയ്താൽ, നമുക്ക് പാറ്റിയോടെ സൈഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയാൽ, ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര നല്ലൊരു ക്രോസ് വെന്റിലേഷൻ ഈ വീട്ടിൽ അതെ കിട്ടും. സ്റ്റോറേജ് സ്പേസ് നമ്മൾ പുറത്ത് കണ്ടില്ലേ, ബ്ലാക്ക്, ആ കളറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, മൊത്തം ബ്ലാക്കാണ് അല്ലേ? അത് പലപ്പോഴും അതൊരു പ്രീമിയം ലക്ഷറി ഫീൽ എന്ന് പറഞ്ഞു വരുന്ന കുറേ കാര്യങ്ങളിൽ ബ്ലാക്ക് എലമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക്, ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇവിടെ ഇതാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് അല്ലേ? അതെ, ഒരു വർക്കിംഗ് കിച്ചൺ വന്നിട്ടുണ്ട്. അതൊരു ഗ്രീൻ ടോണിലാണ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ വിചാരിക്കും ഈ ലിവിങ് സ്പേസിൻ്റെ ഇവിടെ ഒരു വലിയൊരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ അല്ല, ഇത് നമ്മളെ ഒരു പാറ്റിയോ സ്പേസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ സർപ്രൈസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. കാറ്റും വെളിച്ചവും നമ്മളെ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ഇടം. എന്താ നോക്കണം, നല്ല ഫീലാണ്. ഇപ്പോഴും പലരുടെയും ധാരണയാണ് ഒരുപാട് 30 സെൻറ്റ് 50 സെൻറ്റിലേക്ക് മാത്രമാണ് ഇതിലും പോസിബിലിറ്റി ഉള്ളൂ. അങ്ങനെയല്ല, 5 സെൻറ്റിലും ഒക്കെ പലതും ചെയ്യാൻ പറ്റും. 5 സെൻറ്റിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം, കാണിക്കാം. ഇവിടെ 2 പേർക്ക് ഇരിക്കാം. ഇതിന് പ്ലാൻസ് കൊടുത്ത് കലാത്തിയ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു കേജിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം ഗ്രീനിലൊക്കെ ചെയ്ത് മഴ ആസ്വദിക്കാം, വെയിൽ ആസ്വദിക്കാം, ഏത് കാലാവസ്ഥയും നമുക്ക് ഒരുപോലെ ആസ്വദിക്കാം. അതാണ് ഇത്തരം ഇടങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. ഇതെന്താ ചെയ്തിരിക്കുന്നത്? ജാളിയാണോ? അത് ജാളി ബ്രിക്കാണ്. ജാളി ബ്രിക്ക് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഗ്രൗണ്ട് ഫ്ലോറുള്ള ഏക ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിന് അടുത്താണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണ്. കേർട്ടൻ ഉണ്ട്. എല്ലാ ബെഡ്റൂമുകളും ഏകദേശം ഒരേ പാറ്റേണിലല്ല വന്നിരിക്കുന്നത്. ഡിഫറെന്റ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം ഉള്ളെങ്കിലും ബാക്കി സ്ട്രക്ചർ എല്ലാം സെയിം ആണ് അല്ലേ? വാർഡ്രോബ് സ്പേസ് ആണെങ്കിലും കേർട്ടൻ ആണെങ്കിലും ഇപ്പം ബാക്കിലുള്ള പാനലിംഗ് ഏരിയ ഒക്കെ ആണെങ്കിലും സവിശേഷമായിട്ട് ടെക്സ്ചറാണ്. ചിലയിടത്ത് അത് ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട്, മറ്റ് അല്ലേ? കൂടുതലും നമ്മൾ കളറിന് ഇമ്പോർട്ടൻസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലൈന്റ് ആർട്ടിസ്റ്റ് കൂടെ ആയതുകൊണ്ട് കളർസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വാർഡ്രോബ് സ്പേസ് വന്നിരിക്കുന്നത്. ഒരു ഗ്രേ അല്ലേ, ഡാർക്ക് ഗ്രേ തീമിൽ ഇവിടെ വന്നിരിക്കുന്നു. സൈഡ് ടേബിളുകൾ, വാർഡ്രോബ്സ് എല്ലാം കൺസീൽഡ് ആയിട്ടാണ്. അതെ അതെ, സ്പേസ് അപകരിക്കാതെ ഇല്ല, എക്സ്പോസ്ഡ് ആയിട്ട് ഇങ്ങോട്ട് നിൽക്കാതെ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ് എല്ലാം. നല്ല രീതിയിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകണം. അതെ, 2 നിലകൾ ഇനി കാണാനുണ്ട്. ഒരു ലാൻഡിങ് ഏരിയ ആണ്. എല്ലാ ലാൻഡിങ് ഏരിയയിലും അവിടുത്തെ വാളില് ഇവിടുത്തെ വീട്ടുകാരുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ ചിത്രവരകാരാണ്. ഇവിടെയുള്ള ലാൻഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അല്ലേ? നേരെ കയറുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. നമ്മൾ താഴെ കണ്ടതിലും കുറച്ച് സൈസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഫീച്ചേഴ്സ് വൈസ് എല്ലാം സെയിം ആണ്. കുറച്ചുകൂടെ എനിക്ക് പാനലിംഗ് ബാക്കിയുള്ള ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. വാൾ പാനലിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഒരു സിമന്റ് ടെക്സ്ചർ, കളർ പാറ്റേണുകളെല്ലാം നമ്മൾ കഴിയുന്നത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പാറ്റേൺസ് എല്ലാം ഡിഫറൻസ് ആണ്. സെൻട്രലൈസ്ഡ് ആണല്ലേ? എല്ലാം സെൻട്രലൈസ്ഡ് ചെയ്യണം. യെസ്, കൊള്ളാം. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള മുകളിലുള്ള സൈഡുകൾ ബെഡ്റൂമുകൾക്കൊക്കെ ബാൽക്കണി വന്നിട്ടുണ്ട്. ചെറിയ ബാൽക്കണി, കോമ്പാക്ട് ആയിട്ട് 2 പേർക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കാം. അതാണ്, അതായത് നമുക്ക് ചെറിയ സ്ഥലത്ത് ഇതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അറ്റാച്ച്ഡ് ആണ്. ഈ വാഷ്റൂംസും എല്ലാം ഡിഫറെന്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ പാറ്റേണിനോട് തീമിനോട് നിൽക്കുന്ന രീതിയിലാണ് വാഷ്റൂം ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. യെസ്, കൊള്ളാം. ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഫാമിലി ലിവിങ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇവിടെ മൊത്തം ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളാണ് കൂടുതലും. ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂം ഒരെണ്ണം കൊടുത്ത് ബാക്കിയെല്ലാം മുകളിലത്തെ നിലകളിലോട്ടാണ് കൂടുതലും. അതെന്താണ് അങ്ങനെ ചെയ്തത്? ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആക്കി. ആക്ച്വലി 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുക്കുക എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചെയ്തു വരുന്നത്. അതാണ് കൂടുതലും ശരിയും. പക്ഷേ നമ്മളിങ്ങനെ ഒരു 5 സെൻറ്റിൽ താഴെ ഒരു പ്ലോട്ടിലേക്ക്
നമ്മളൊരു പ്രീമിയം ഡിസൈൻസ് എല്ലാം കൊണ്ടുവന്നു. ഇപ്പോൾ ലിവിങ്, ഡൈനിങ്, ഓപ്പൺ കിച്ചൺ, സെക്കൻഡ് കിച്ചൺ, പിന്നെ ഒരു ബെഡ്റൂം, ഇതെല്ലാം ഉൾപ്പെടുത്തി വരുമ്പോൾ ഇനിയൊരു ബെഡ്റൂം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വീണ്ടും കഞ്ചസ്റ്റഡ് ആവും. അപ്പോൾ ആ ഒരു പ്രീമിയം ഫീലിംഗ് നഷ്ടപ്പെടും. കിടന്നുറങ്ങാൻ വേണ്ടി ഒരു വീടായി പോകും. അത് വേണം ഇപ്പോൾ. അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ക്ലൈൻറ്റ് അപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ അവരത് ഓക്കെ പറഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ഈ പ്ലാനിലേക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഇടങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയ, വർക്കിംഗ് ഏരിയ, അല്ലെങ്കിൽ റീഡിംഗ് ഏരിയ, അല്ലെങ്കിൽ ഡ്രോയിങ് ഏരിയ മുകളിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ക്ലയൻറ്റിന് പല പല ആവശ്യങ്ങളുണ്ട്, റിക്വയർമെൻറ്റ്, അതെല്ലാം കറക്റ്റ് സ്പോട്ട് തിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളൊന്നാണ് സ്പേസ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. റിക്വയർമെൻറ്റ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളതിനെ മാക്സിമം ഇനീഷ്യൽ സ്റ്റേജിൽ വർക്കൗട്ട് ചെയ്ത് നോക്കും. VR ഡെവലപ്പേഴ്സ് ഇതുവരെ എത്ര പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്? നമ്മൾ 200ഓളം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. 200-ലധികം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്? നമുക്ക് എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, UAE ഓപ്പറേഷൻ. ഇപ്പോൾ ഓൾ കേരള അല്ലെങ്കിൽ ഒരു പാൻ വേൾഡ് ലെവലിലൊക്കെ ആയി വരുന്നു. കോഴിക്കോട് തുടങ്ങുന്നു. നൈസ് കേരളയാവും. അടിപൊളി. അപ്പോൾ പറഞ്ഞ പോലെ 3 ബെഡ്റൂമുകൾ ഇവിടെ വന്നിട്ടുണ്ട്. മുകളിൽ പിന്നെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ ടോട്ടൽ 5 ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. എല്ലാം ഡിഫറെന്റ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ വെറൈറ്റി ഉണ്ട്. ഇനി നമുക്ക് ഒരു ബാൽക്കണി കൂടി ഉണ്ട് കാണാനായിട്ട്. ഒരു കോമൺ ബാൽക്കണിയാണ്. നമ്മൾ സ്റ്റെയർ കയറി വന്ന ഉടനെ റൈറ്റ് സൈഡിലേക്കാണ്. നല്ല സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടോ? ഇപ്പോൾ ഫ്ലോറിലേക്ക് നല്ല വെട്ടം വരുന്നൊരു സമയം. സൺലൈറ്റ്സും ക്രോസ് വെന്റിലേഷനും ഒക്കെ നമ്മൾ എല്ലാ പ്രൊജക്റ്റുകളിലും നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം അല്ലേ? അതെ. നമ്മൾ ബെഡ്റൂമുകളിൽ കൊടുത്തിരിക്കുന്ന ബാൽക്കണിയേക്കാൾ വലിയ ഒരു ബാൽക്കണി സ്പേസ് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലുത് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്പോസ്ഡ് വാൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ സ്റ്റോൺ ആണല്ലേ? സ്റ്റോൺ ക്ലാഡിംഗ് ആണ്, നാച്ചുറൽ സ്റ്റോൺ ക്ലാഡ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഏരിയ. അതെ. ഏറ്റവും വീടിന്റെ എക്സ്റ്റീരിയറിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന രീതി. നോട്ടം ആദ്യം അങ്ങോട്ടാ പോവാ. അതെ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഒരു ബ്ലാക്ക് തീമിലുള്ള വിൻഡോസ്, ഫ്ലോറിംഗ് ഒരു സ്റ്റോൺ രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് അല്ലേ? സ്റ്റോണിന്റെ ആ ഒരു കളർ പാറ്റേണും റിച്ച് ആയിട്ടുള്ള ഒരു കളർ പാറ്റേണും സ്ലൈഡിംഗ് വിൻഡോസിന്റെ ആ ഒരു ബ്ലാക്ക് തീമും ഗ്രീനറിയും എല്ലാം ചേരുമ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലത്തെ ഒരു പ്രീമിയം ആ ഒരു ടച്ചിലേക്ക് അല്ലെങ്കിൽ ആ എസ്തെറ്റിക് സൈഡിലേക്ക് കാര്യങ്ങൾ നോക്കിക്കാണും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു പ്ലാന്റർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. ഇതൊക്കെ ഒരു സമയമാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇത് കഴിഞ്ഞിട്ടില്ല, ഞാൻ വിചാരിച്ചു ആ ചെറിയൊരു ബാൽക്കണി ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ നടത്തല്ലേ? ശരിക്കും ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡിലെ കോർണർ ഏരിയ ആണിത്. ഞാൻ ആദ്യം കാറ് തിരിഞ്ഞു കയറുമെന്ന് പറയുന്ന തൊട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇതൊരു ഓപ്പൺ, നമുക്ക് താഴെ പാറ്റിയോ സെമി ക്ലോസ്ഡ് ആണെങ്കിൽ ഇതൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിട്ടുക. ഇതിൻ്റെ മുകളിൽ വേറെ ബാൽക്കണി ഉണ്ട്. ഇതെല്ലാം ക്ലൈൻറ്റ് റിക്വയർമെൻ്റ് ആണ്. ഓക്കെ. അപ്പം പല മൂഡിൽ പല ടൈമിൽ പല ആളുകൾക്ക് പല രീതിയിൽ ഗ്യാദർ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ഈ 5 സെൻറ്റിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളല്ല വീട്. അതിന് വേണ്ടിയിട്ട് ഈ 5 സെന്റിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് വളരെ. അപ്പോൾ മുകളിലും കൊടുത്തിട്ടുണ്ടല്ലേ? വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അവിടെ മഴയത്ത് ഇരുന്ന് മഴ നനയാതെ ചെയ്യാൻ പറ്റുന്ന, ഇരുന്ന് പാർട്ടി കൂടാൻ ഇരിക്കാൻ പറ്റുന്ന ഉഷാർ വീട് കേട്ടോ, ഒന്നും പറയാനില്ല, നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വീടുകൾ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ പ്ലോട്ടിലുള്ള ഗംഭീര വീടുകൾ. അതുപോലെ നമ്മുടെ ലിസ്റ്റിലേക്ക്, നമ്മുടെ ലൈബ്രറിയിലേക്ക് അതുപോലെ തന്നെ ഒരു ഗംഭീര വീട് വന്നിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഫീച്ചർ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരം സംഭവങ്ങൾ വളരെ ഉപകാരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ചെറിയ 2-3 സെന്റിലുള്ള 5 സെന്റ് സ്ഥലമൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അവിടെ ഒരു വീട് വെക്കാൻ സ്വപ്നം. നമ്മൾ 2.5 സെന്റിലേക്ക് 3 BHK ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതെ. 2.5 സെന്റിലേക്ക് വീട് പണിതിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നൈസ്. കിടിലം വർക്കാണ് കേട്ടോ. താങ്ക് യു. അപ്പം VR ഡെവലപ്പേഴ്സിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്തുണ്ട്, കാലിക്കറ്റ് ഇപ്പോൾ ഓഫീസ് വരുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണുള്ളത്? തൃശ്ശൂർ, ട്രിവാൻഡ്രം, ഇപ്പോൾ UAE വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പം 200ഓളം വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടീം കൂടിയാണ് അല്ലേ? അതെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുക, ഷെയർ ചെയ്യട്ടോ. അപ്പം ഒരു ബൈ.